പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ വരുണുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ധനലക്ഷ്മി മുന്നിലേക്ക് നീക്കുകയാണ്. ഇനി ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകരുത് എന്ന് ധനലക്ഷ്മി ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം കൺമണിയുടെ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് കൃഷ്. കൺമണി ആകെ വിഷമിച്ചിരിക്കുന്നത് കാണാനിടയാകുന്ന കൃഷ് കൺമണിക്ക് ഈ വിവാഹം ഇഷ്ടമല്ലേ, കാര്യങ്ങൾ എന്നോട് പറയണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൺമണി ഒടുവിൽ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എനിക്ക് വരുണിനെ വിവാഹം കഴിക്കണമെന്നില്ല, മാത്രവുമല്ല ഇപ്പോൾ തന്നെ ഒരു വിവാഹം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ വീട്ടുകാർ ഇങ്ങനെ നിർബന്ധിക്കുന്നതാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ധനലക്ഷ്മിയും വളരെയധികം ബ്ലാക്ക്മെയിലാണ് ചെയ്യുന്നത്. നീ യാതൊരു കാര്യത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തു കൊള്ളാം. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കാം, അത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ്. യാതൊരു വിധത്തിലും ഈ കാര്യത്തിൽ നീ പേടിക്കേണ്ടതില്ല. വരുണിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാകാം, അവനെ ഞാനൊന്ന് കാണട്ടെ. ഇതോടെ ഇത് കേൾക്കുന്ന കൺമണി വരുണുമായൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതിനിടയിൽ കൃഷ് ഇപ്പോൾ വരുണുമായി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് നല്ലതിനായിരിക്കുകയില്ല. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, അവനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ എന്തിനാണ് അവനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊന്നുമല്ല പോകുന്നത്. കൃഷ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണിയാകെ ഭയന്ന് നോക്കുകയാണ്. ഇതേ തുടർന്ന് ധനലക്ഷ്മിയുടെ അടുത്തേക്കാണ് കൃഷ് പോകുന്നത്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ധനലക്ഷ്മിയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ധനലക്ഷ്മിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നിനക്കെന്താ എന്നോട് സംസാരിക്കാനുള്ളത്? കൺമണിയുടെ കാര്യമാണ്. കൺമണിയുടെ കാര്യത്തിൽ നീ എന്താണ് സംസാരിക്കാൻ? നിനക്കതിന് എന്ത് അവകാശമാണ് ഉള്ളത്? കൺമണി ഞങ്ങളുടെ വീട്ടിലെ അംഗമാണ്. നിങ്ങളുടെ അവിടെ അവൾ ജോലി ചെയ്യുന്നു എന്ന് കരുതി അവളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നത് ശരിയാണോ? അവളുടെ വിവാഹവും മറ്റു കാര്യവും തീരുമാനിക്കാനുള്ള അവകാശം വീട്ടിലുള്ളവർക്കാണ്. അതിൽ ജോലി സ്ഥലത്തെ ആളുകൾക്ക് ഇടപെടേണ്ട ആവശ്യം എന്താണ്? ഈ ഒരു ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്. മറുപടിയില്ലാതെ ആകെ പകച്ചു പോകുന്ന കൃഷ് എന്ത് ചെയ്യും എന്നറിയാതെ നോക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, എനിക്ക് അവകാശമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ കൺമണി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എൻ്റെ സുഹൃത്തിനൊരു വിഷമം സംഭവിച്ചാൽ അത് ഞാൻ കയ്യും കെട്ടി നോക്കു നിൽക്കുകയില്ല. ഞാൻ അതിൽ ഇടപെട്ട് കാര്യങ്ങൾ സംസാരിക്കും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. വരുണുമായുള്ള വിവാഹത്തിന് അവൾക്ക് താല്പര്യമില്ല. അത് പറയാൻ നീ ആരാണ്? നീ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവളുടെ ജീവിതമാണ്. അവൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അവൾ അത് തുറന്നു പറയും. മറ്റൊരാളുടെയും സഹായം അതിന് ആവശ്യമില്ല. നീ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സമയം കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് എനിക്ക് പണ്ടേ അറിയാം. പൈസയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. കൺമണിക്ക് ഒരു പ്രശ്നം വന്നാൽ അത് ചോദിക്കുന്നതിന് ഞങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യം
വ്യക്തമാക്കാനാണ് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നത്. വരുണുമായുള്ള വിവാഹം നടത്തുന്നത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ വിവാഹം നടക്കുകയില്ല, നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കൺമണിക്ക് വേണ്ട എല്ലാ സഹായവും നൽകി അവളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ചു തന്നെ ഞങ്ങൾ പറയുകയാണ്. ഇതേ തുടർന്ന് മനോജിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ക്രിഷ് ചെയ്യുന്നത്. ഇതേ തുടർന്നാണ് ക്രിഷ് മനോജിന്റെ അടുത്തേക്ക് എത്തുന്നത്. മനോജിനെ കാണുന്ന ക്രിഷ് ഈ വിവാഹത്തിന് അവൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും, എന്തിനാണ് മനോജ് ചേട്ടാ നിങ്ങൾ അവളെ ഇങ്ങനെ വിവാഹത്തിന് നിർബന്ധിക്കുന്നത്? ഞാനോ? അവളുടെ വിവാഹം അവളുടെ ഇഷ്ടപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. മറ്റാര് എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കുകയില്ല. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു നൽകാം. വരുണിന്റെ കാര്യത്തിലുള്ള തീരുമാനവും അവളുടേത് തന്നെ ആകും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് മനോജ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.